വെൽക്കം ടു ദിശ അക്കാഡമി. ഞാൻ ഐശ്വര്യ. സോ നമ്മുടെ SSC MTS വേണ്ടിയിട്ടുള്ള ജനറൽ നോളജ് ക്ലാസ്സുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 3-4 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കാണുക. ഇത് 4th പാർട്ടാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്കും പോകാം. നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് കമന്റ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ഫാക്ടേഴ്സും കൂടെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്ടേഴ്സും കൂടെ നോക്കിയായിരിക്കും നമ്മൾ പോകുന്നത് കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ SI യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്താണ്? നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ജൂള്, ന്യൂട്ടൺ, പാസ്കൽ, വാട്ട്. ജൂള്, ന്യൂട്ടൺ, പാസ്കൽ, വാട്ട്. ഈ 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. അപ്പൊ പറഞ്ഞ് ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്താണ്? നമുക്കറിയാമല്ലേ ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. പക്ഷേ നമ്മൾ SI യൂണിറ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കൂടുതൽ വാല്യൂസിന്റെ SI യൂണിറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റീസിന്റെ SI യൂണിറ്റ്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. അപ്പൊ ആദ്യം ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം. ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ടൈമിന്റേത് സെക്കൻഡ് ആണ്. സെക്കൻഡ് ആണ്. ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. ഓക്കെ, നമ്മുടെ ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. ആംപിയർ. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് പലരും വിചാരിക്കും അത് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കേട്ടോ. അങ്ങനെ പല കുട്ടികളും ആൻസർ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അറിയേണ്ടത് ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. കെൽവിൻ. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ K കൊണ്ടാണ് കെൽവിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് ചെറിയ സാധനങ്ങളുടെ ഒരു എമൗണ്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് മോൾ എന്ന് പറയുന്നത്. മോള്. ഓക്കെ, അപ്പൊ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മോൾ ആണ്. അടുത്തത് ലുമിനസ് ഇന്റൻസിറ്റി യൂണിറ്റ് കാൻഡലയാണ്. ഞാൻ ഇത്രയും ഒന്നും കൂടെ പറയാം. ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് ആംപിയർ ആണ്. അടുത്തത് ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ആണ്. ലുമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡലയാണ്. അപ്പൊ അടുത്ത ഫോഴ്സിന്റെ SI യൂണിറ്റ് നമ്മുടെ ആൻസർ ആണ് എന്ത്? ന്യൂട്ടൺ ആയിട്ട് വരും അല്ലെ. ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. അടുത്തത് വർക്ക് അല്ലെങ്കിൽ എനർജി അല്ലെങ്കിൽ ഹീറ്റ്. 3 പേർക്കും ഒരേ SI യൂണിറ്റ് ആണുള്ളത്. വർക്ക്, എനർജി, ഹീറ്റ്. ഈ 3 ആളുടെയും SI യൂണിറ്റ് ഒന്ന് തന്നെയാണ്. എന്താണ്? ജൂൾ ആണ്. പലപ്പോഴും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വർക്കിന്റെ അതേ യൂണിറ്റ് ഉള്ള മറ്റൊരു ക്വാണ്ടിറ്റി ഏതാണ്? വർക്കിന്റെ അതേ SI യൂണിറ്റ് ഉള്ള മറ്റൊരു ക്വാണ്ടിറ്റി ഏതാണെന്ന് ചോദിക്കും. എനർജിയാണ് എപ്പോഴും ആൻസർ വരാറ് കേട്ടോ. എനർജിയാണ് എപ്പോഴും ആൻസർ വരുന്നത്. അപ്പൊ ഓർക്കുക, വർക്കിനും എനർജിക്കും ഹീറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫോം ഓഫ് എനർജിയാണ്. ഹീറ്റ് എനർജിയാണ്. ഓക്കെ, ടെമ്പറേച്ചറും ഹീറ്റും തമ്മിൽ കുട്ടികൾ കൺഫ്യൂസ് ചെയ്ത് പോവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജിയാണ്. അപ്പോൾ വർക്കിനും എനർജിക്കും അല്ലെങ്കിൽ വർക്കിനും ഹീറ്റ് എനർജിക്കും ഒക്കെ ഉള്ളത് ഒരേ എന്താണ്? യൂണിറ്റ് ആണ്. അതെന്താണ്? അതെന്ന് പറയുന്നത് ജൂൾ ആണ്. ഓക്കെ, അടുത്തത് പവർ വാട്ട് ആണ്. പ്രഷർ പാസ്കൽ. പ്രഷറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ ആണ്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ഇത്രയും പറയാം. ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസിന് മീറ്റർ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ഇലക്ട്രിക് കറണ്ട് ആംപിയർ, ടെമ്പറേച്ചർ കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്, ലുമിനസ് ഇന്റൻസിറ്റി കാൻഡല, ഫോഴ്സ് ന്യൂട്ടൺ, വർക്ക് എനർജി എന്താണ്? ജൂൾ വരും. പവർ വാട്ട് വരും. പ്രഷറിൻ്റെതാണെങ്കിലോ പാസ്കൽ വരും. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയെങ്കിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്ക് കുറച്ചും കൂടെ യൂണിറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കാരണം ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിസ് ചെയ്യാതെ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് ആണ് ഹെർട്സ്. ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് എന്താണ്? ഹെർട്സ് ആണ്. ഇലക്ട്രിക് ചാർജിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം ആണ്. കൂളം. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസിയുടെ ഹെർട്സ് ആണ്. ഇലക്ട്രിക് ചാർജിന്റെ
കൂളം ആണ്. അടുത്ത ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇങ്ങനെയൊക്കെ പറയും. ഓക്കെ, വോൾട്ടേജ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇതിന്റെയൊക്കെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്, വോൾട്ട്. അടുത്ത റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓം ആണ്. റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓം ആണ്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസിന്റെ SI യൂണിറ്റ്, റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് ഓം ആണ്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസിന്റെ SI യൂണിറ്റ് എന്താണ്? ഫാരഡ് ആണ്. കപ്പാസിറ്റൻസിന്റെ SI യൂണിറ്റ് ഫാരഡ്. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ SI യൂണിറ്റ് വെബർ. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ SI യൂണിറ്റ് എന്തായിട്ട് വരും? വെബർ ആണ്. വെബർ നോട്ട് ചെയ്യണം കേട്ടോ. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ SI യൂണിറ്റ് വെബർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ല ആണ്. ഇൻഡക്ടൻസിന്റെ SI യൂണിറ്റ് ഹെൻറി ആണ്. അടുത്ത പ്ലെയിൻ ആംഗിൾ SI യൂണിറ്റ് റേഡിയൻ ആണ്. സോളിഡ് ആംഗിളിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റെറേഡിയൻ ആണ്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ പറയാം. ഫ്രീക്വൻസിയുടെ ഹെർട്സ്, ഇലക്ട്രിക് ചാർജിന്റെ കൂളം, ഇലക്ട്രിക് പൊട്ടൻഷ്യന്റെ വോൾട്ട്, റെസിസ്റ്റൻസ് ഓം, കപ്പാസിറ്റൻസ് ഫാരഡ്, മാഗ്നറ്റിക് ഫ്ലക്സ് വെബർ, മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ ടെസ്ല, ഇൻഡക്ടൻസ് ഹെൻറി, പ്ലെയിൻ ആംഗിൾ റേഡിയൻ, സോളിഡ് ആംഗിൾ സ്റ്റെറേഡിയൻ. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട SI യൂണിറ്റ്സ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും ചോദിക്കുന്ന SI യൂണിറ്റ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൂടുതൽ ഏതെങ്കിലും നിങ്ങൾ ഓപ്ഷൻസിൽ കാണുകയാണെങ്കിൽ, മോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബെനിഫിഷ്യൽ ആയിരിക്കും. ബട്ട് മിനിമം ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നമ്മുടെ SSC MTS എക്സാമിന് വേണ്ടിയിട്ട് ഒരു 35 ഡേയ്സിന്റെ ക്രാഷ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ആക്സസ് കിട്ടും. അതിനോടൊപ്പം തന്നെ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, റിവിഷൻ സെഷൻസ് ഉണ്ടായിരിക്കും, GK ഇംഗ്ലീഷും ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഒരു ഫൈനൽ ലാപ്പ് എന്നുള്ള രീതിയിൽ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കോഴ്സ് ആണ്. 35 ഡേയ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് തൊട്ട് മുന്നേ ഒരു എന്താ പറയാ, ഒരു നല്ല ഒരു റിവിഷൻ അല്ലെങ്കിൽ ഒരു പുഷ് വേണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8075753676 അല്ലാന്നുണ്ടെങ്കിൽ 7012615062 ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. വളരെ ചെറിയ ഫീസിനാണ് ഇപ്പൊ ഈ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കുറച്ച് ദിവസത്തെ കോഴ്സ് അല്ലേ, വളരെ ചെറിയ ഫീസിന് നിങ്ങൾക്ക് പക്ഷെ മാക്സിമം കണ്ടന്റ്, മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്നത് പോലെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അതുപോലെ തന്നെ MTSനോടൊപ്പം തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമും വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഗ്രൂപ്പ് ഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്രാഷ് കോഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ ഈ പറഞ്ഞ നമ്പേഴ്സിലേക്ക് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. എഗെയിൻ ഇത് ലൈവ് സെഷൻസും റെക്കോർഡഡ് സെഷൻസും മെന്റർഷിപ്പും ഒക്കെയുള്ള കോഴ്സാണ്. ഈ രണ്ട് കോഴ്സുകളും വളരെ ചെറിയ ഫീസിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന കോഴ്സ് ആണെങ്കിൽ പോലും ഇങ്ങനത്തെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള കോഴ്സാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിറ്റാമിൻ സി ഈസ് ഓൾസോ നോൺ ആസ്, വിറ്റാമിൻ സിയുടെ മറ്റൊരു പേര് എന്താണ്? തൈമിൻ ആണോ, റൈബോഫ്ലാവിൻ ആണോ, അസ്കോർബിക് ആസിഡ് ആണോ, കാൽസിഫെറോൾ ആണോ? ഈ തന്നിട്ടുള്ളതിൽ ഏത് ഓപ്ഷൻ ആണ് വിറ്റാമിൻ സി? വിറ്റമിൻ സിയുടെ മറ്റൊരു പേരെന്താണ്? വിറ്റമിൻ സി ഈസ് ഓൾസോ കോൾഡ് ആസ്. പറഞ്ഞേ, വിറ്റമിൻ സിയുടെ മറ്റൊരു പേര് പറഞ്ഞേ. വിറ്റമിൻ സിയുടെ മറ്റൊരു പേര് എന്താണ്? അസ്കോർബിക് ആസിഡ് അല്ലേ? വിറ്റമിൻ സിയുടെ മറ്റൊരു പേര് എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. വിറ്റമിൻ സി ഈസ് ഓൾസോ കോൾഡ് ആസ് അസ്കോർബിക് ആസിഡ്. വിറ്റമിൻ സിയുടെ ശരിക്കുമുള്ള നെയിം എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റുള്ള വിറ്റമിൻസും അവരുടെ പേരുകളും എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. എഗെയിൻ ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ വിറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. വിറ്റമിൻ എ എന്താണ്? റെറ്റിനോൾ. വിറ്റമിൻ എ ഈസ് കോൾഡ് ആസ് റെറ്റിനോൾ. ഓക്കെ, വിറ്റമിൻ ബി തന്നെ ബി കോംപ്ലക്സ് എന്നാണ് നമ്മൾ പറയാ. ലൈക്ക് ഇറ്റ്സ് നോട്ട്
ബി എന്ന് പറയുന്ന ഒറ്റ വിറ്റമിൻ ബിയുടെ കാറ്റഗറിയിൽ തന്നെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറയും ബി കോംപ്ലക്സ് ടാബ്ലറ്റ് കഴിക്കണം, അങ്ങനെയല്ലേ പറയാം. അപ്പൊ ബി കോംപ്ലക്സ് ആണ്. അപ്പൊ അതിനകത്ത് വരുന്ന ഓരോ ആൾക്കാരുടെയും പേര് നമ്മൾ സെപ്പറേറ്റ് പഠിക്കണം. സോ അതിനകത്ത് വിറ്റമിൻ B1 എന്ന് പറയുന്നതാണ് തൈമിൻ. വിറ്റമിൻ B1 എന്താണ്? തൈമിൻ ആണ്. B2 ആണ് റൈബോഫ്ലാവിൻ. ഓക്കെ, B2 ആണ് എന്ത്? റൈബോഫ്ലാവിൻ. ഓക്കെ, വിറ്റമിൻ B3 ആണ് നിയാസിൻ, അല്ലെങ്കിൽ നമ്മൾ നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയും. നിയാസിൻ വിറ്റമിൻ B3 ആണ് നിയാസിൻ. വിറ്റമിൻ B5 ആണ് പാൻറ്റോതേനിക് ആസിഡ്. വിറ്റമിൻ B6 ആണ് പിരിഡിനോക്സിൻ. ഓക്കെ, അപ്പോൾ വിറ്റമിൻ എ എന്ന് പറഞ്ഞാൽ റെറ്റിനോൾ ആണ്. B1 തൈമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ. B4 ഇല്ല കേട്ടോ, B5 ആണ് അടുത്ത്. B5 എന്ന് പറയുന്നത് പാൻറ്റോതേനിക് ആസിഡ്, B6 പിരിഡോക്സിൻ. അങ്ങനെയാണെങ്കിൽ B7 ആണ് ബയോട്ടിൻ. B7 ആണ് എന്ത്? ബയോട്ടിൻ. ഓക്കെ, വിറ്റമിൻ B9നെയാണ് നമ്മൾ എന്ത് പറയാ? ഫോളിക് ആസിഡ് എന്ന് പറയാ. വിറ്റമിൻ B9 ആണ് എന്ത്? ഫോളിക് ആസിഡ്. വിറ്റമിൻ B12 ആണ് കൊബാലമിൻ. ഓക്കെ, കൊബാലമിൻ. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം വിറ്റമിൻ എ റെറ്റിനോള് എപ്പോഴും ചോദിക്കാറുണ്ട് എക്സാമിന്. ബി കോംപ്ലക്സിനകത്ത് വരുന്ന ആൾക്കാര് B1 തൈമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതേനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 കൊബാലമിൻ. ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബി കോംപ്ലക്സിനകത്ത് വരുന്ന ആൾക്കാർ. ഓക്കെ, സോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വിറ്റമിൻ ഡി ആണ്. വിറ്റമിൻ ഡിയുടെ പേരാണ് കാൽസിഫെറോൾ. വിറ്റമിൻ ഡി ആണ് എന്ത്? കാൽസിഫെറോൾ. വിറ്റമിൻ ഇ ആണ് ടോക്കോഫെറോൾ. ഓക്കെ, വിറ്റമിൻ ഡി എന്ന് പറയുന്നത് കാൽസിഫെറോൾ, വിറ്റമിൻ ഇ എന്ന് പറയുന്നത് ടോക്കോഫെറോൾ. ഡി കാൽസിഫെറോൾ, ഇ എന്ന് പറയുന്നത് ടോക്കോഫെറോൾ. നമുക്കറിയാം വിറ്റമിൻ ഡിയും കാൽഷ്യം മെറ്റാബോളിസം ഒക്കെ ആയിട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. വിറ്റമിൻ ഡിയും കാൽഷ്യം ടാബ്ലറ്റ് നമ്മൾ ഒന്നിച്ച് കഴിക്കാറുണ്ട്. അപ്പം വിറ്റമിൻ ഡി എന്ന് പറയുന്നതിനെ കാൽഷ്യവുമായിട്ട് നിങ്ങളൊന്ന് ലിങ്ക് ചെയ്ത് ഓർത്താൽ മതി. വിറ്റമിൻ ഡി കാൽസിഫെറോള്. വിറ്റമിൻ ഇ ആണ് എന്ത്? ടോക്കോഫെറോൾ. അടുത്ത വിറ്റമിൻ കെ ആണ് ഫിലോക്വിനോൺ എന്ന് പറയും. വിറ്റമിൻ കെ ആണ് എന്ത്? ഫിലോക്വിനോൺ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വൈറ്റമിൻസിന്റെ കാറ്റഗറി നമ്മൾ പഠിക്കണം. വിറ്റമിൻസിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്നതാണ് വിറ്റമിൻസ്, അവരുടെ പേരുകള്, അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസുകൾ എന്തൊക്കെയാണ്. ഡെഫിഷ്യൻസി ഡിസീസ് എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഉള്ളൊരു സെഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Who is known as the father of Indian Renaissance? ഇന്ത്യൻ റിനൈസൻസിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണോ, ബാൽ ഗംഗാധർ തിലക് ആണോ, മഹാത്മാഗാന്ധി ആണോ, ദാദാബായ് നറോജി ആണോ? Who is known as the father of Indian Renaissance? പറഞ്ഞേ, who is known as the father of Indian Renaissance? ആരാണ്? ഓപ്ഷൻ എ അല്ലേ കറക്റ്റ് ആൻസർ? രാജാറാം മോഹൻ റോയ് ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് അറിയപ്പെടുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് ഓരോരുത്തരെയും നമ്മുടെ ഓപ്ഷനിലുള്ള ഓരോരുത്തരെ പറ്റിയിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് നോക്കി പോവാം. അപ്പൊ നമുക്കറിയാം രാജാറാം മോഹൻ റായ് ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നതും ആരാണ്? രാജാറാം മോഹൻ റായ് ആണ്. അദ്ദേഹമാണ് ബ്രഹ്മസമാജ് 1828 ഫൗണ്ട് ചെയ്യുന്നത്. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ബ്രഹ്മസമാജ്. വർഷം ഇമ്പോർട്ടന്റ് ആണ്, 1828. അതുപോലെ തന്നെ സതി അബോളിഷ് ചെയ്യുക. സതി എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ചിതയിലേക്ക് ഭാര്യയും
ചാടി സൂയിസൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സതി നിർത്തലാക്കാൻ വേണ്ടിയിട്ട്, സതി അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് രാജാറാം മോഹൻ റായ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചൈൽഡ് മാരേജിന് എഗെയിൻസ്റ്റ് ആയിട്ടും പോളിഗാമിക് എഗെയിൻസ്റ്റ് ആയിട്ടും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ സതി അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചൈൽഡ് മാരേജ് ബാലവിവാഹം തടയാൻ വേണ്ടിയിട്ട്, പോളിഗാമി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ പാർട്ണർ ഉണ്ടാവുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 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 ജമ്മി ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു 4-5 ഭാര്യമാര് അല്ലെ, അങ്ങനെ ഉണ്ടാകുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ് രാജാറാം മോഹൻ റായ് എന്ന് പറയുന്നത്. ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനേസൻസ്, അതുപോലെ തന്നെ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ. ഓക്കെ, അത്ര കഴിഞ്ഞിട്ട് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ആളാണ് ബാൽ ഗംഗാധർ തിലക്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ബാൽ ഗംഗാധർ തിലകിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യവുമാണ് ലോകമാന്യ എന്ന് അറിയപ്പെടുന്നത് ആരാണ്. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധർ തിലകാണ്. ഓക്കെ, ബാലഗംഗാധർ തിലകാണ് ലോകമാന്യ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രീമിസ്റ്റ് നാഷണലിസത്തിന്റെ ഏറ്റവും ആദ്യമുള്ള ലീഡേഴ്സിൽ ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരിൽ വരുന്ന ഒരാളാണ് ബാലഗംഗാധർ തിലക് എന്ന് പറയുന്നത്. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞത് ആരാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാം കുറച്ചൊക്കെ ഒരു ഈസി ലെവലിലേക്ക് ചോദിക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പക്ഷെ നമുക്കറിയാം MTS എക്സാം പൊതുവിൽ അത്ര ഡിഫിക്കൾട്ട് ആവാറുമില്ല. സോ സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞതും ആരാണ്? ബാൽ ഗംഗാധർ തിലകാണ്. ഓക്കെ, അടുത്തത് മഹാത്മാഗാന്ധിയാണ്. നമുക്കറിയാം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് നേഷൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സത്യാഗ്രഹ, അഹിംസ തുടങ്ങിയ ടേംസ് ഒക്കെ കൊണ്ടുവരുന്നത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. സോ നമ്മൾ പറഞ്ഞു വന്നത് ആദ്യം രാജാറാം മോഹൻ റായ്. സോ ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനേസൻസ് ആൻഡ് ഓൾസോ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ. ബ്രഹ്മസമാജ് ഫൗണ്ട് ചെയ്തു 1828 സതി അബോളിഷ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ പോളിഗാമി, ചൈൽഡ് മാരേജ് ഇതൊക്കെ എന്താ പറയാ നിർത്തലാക്കാനും ഒക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്ത ആളാണ്. ഓക്കെ, സോ അടുത്തത് ബാൽ ഗംഗാധർ തിലകാണ്. ലോകമാന്യ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ എക്സ്ട്രീമിസ്റ്റ് നാഷണലിസത്തിന്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന മുൻഗാമികളിൽ ഒരാളാണ് ലോകമാന്യ എന്നറിയപ്പെടുന്ന ബാൽ ഗംഗാധർ തിലക്. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ബാൽ ഗംഗാധർ തിലകിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ലോഗൻ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ മഹാത്മാഗാന്ധിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, നോൺ ആസ് ഫാദർ ഓഫ് ദ നേഷൻ. അതുപോലെ തന്നെ സത്യാഗ്രഹ, അഹിംസ തുടങ്ങിയ ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു പോവുക കേട്ടോ. പറയുന്നതെല്ലാം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ക്ലാസ്സിനോടൊപ്പം തന്നെ പഠിക്കുക, നോട്ടുകൾ എടുക്കുക, നിങ്ങൾ റിവിഷൻ ചെയ്യുക. അടുത്തത് ദാദാഭായ് നറോജിയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നറോജിയാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ഇലക്ട് ചെയ്യപ്പെട്ട ഫസ്റ്റ് ഇന്ത്യൻ ഇലക്ടഡ് ടു ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ഇലക്ട് ചെയ്യപ്പെട്ട ഫസ്റ്റ് ഇന്ത്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ദാദാഭായ് നറോജിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി മുന്നോട്ട് വെച്ചതും ആരാണ്? ദാദാഭായ് നറോജിയാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് ത്രൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്? കേരള, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന. ഈ സ്റ്റേറ്റുകളിൽ ഏത് സ്റ്റേറ്റിൽ കൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് ത്രൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ്? അറിയുന്നവർ പെട്ടെന്ന് പറഞ്ഞേ.
എത്ര സ്റ്റേറ്റുകളിൽ കൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പോകുന്നതെന്ന് അറിയാമോ? ഇന്ത്യയിലെ എത്ര സ്റ്റേറ്റുകളിൽ കൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പോകുന്നതെന്ന് അറിയാമോ? അതിന് ആദ്യം ആൻസർ അറിയുന്നവർ പറയൂ. എത്ര സ്റ്റേറ്റുകളിൽ കൂടെയാണ് ഇന്ത്യയിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പോകുന്നത്? ഇന്ത്യയിൽ നമ്മുടെ 8 സ്റ്റേറ്റുകളിൽ കൂടെയാണ് എന്ത് പോകുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാൻ ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ത്രിപുരയുണ്ട്, മിസോറാം ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 8 സ്റ്റേറ്റുകളിൽ കൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റുകള് രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഒരു പ്രാവശ്യം കൂടെ പറയാം. രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഈ 8 സ്റ്റേറ്റിൽ കൂടെയാണ് ആര് പോകുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ പോകുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ എർത്ത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എർത്തിലൂടെ പോകുന്ന ലാറ്റിറ്റ്യൂഡുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവയാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. 0 ഡിഗ്രി വരുന്നത് ആരാണ്? ഇക്വേറ്റർ അല്ലേ? 0 ഡിഗ്രി വരുന്നത് ഇക്വേറ്റർ ആണ്. 23.5 ഡിഗ്രി നോർത്ത്, 23.5 ഡിഗ്രി നോർത്തിൽ വരുന്ന ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അങ്ങനെയാണെങ്കിൽ 23.5 ഡിഗ്രി സൗത്തിൽ വരുന്ന ലാറ്റിറ്റ്യൂഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. കാപ്രിക്കോൺ. രണ്ട് പേരുകളാണ്. ആദ്യം നടുക്കുകൂടെ 0 ഡിഗ്രിയിൽ കൂടെ പോകുന്ന ലാറ്റിറ്റ്യൂഡിനെ നമ്മൾ ഇക്വേറ്റർ എന്ന് വിളിച്ചു. 23.5 ഡിഗ്രി നോർത്തിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾ ആ ലൈനിനെ എന്ത് വിളിക്കും? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് വിളിക്കും. താഴെ 23.5 ഡിഗ്രി സൗത്ത് ആണെങ്കിൽ നമ്മൾ അതിനെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് വിളിക്കും. ഓക്കെ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് വിളിക്കും. അപ്പോ സൂര്യന്റെ പ്രകാശം, സൺലൈറ്റ് ഓൾമോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് വന്ന് പതിക്കുന്ന ഏരിയ ആണ് ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത്. അതായത് 23.5 ഡിഗ്രി നോർത്ത് മുതൽ 23.5 ഡിഗ്രി സൗത്ത് വരെയുള്ള റീജിയൻ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ നമുക്ക് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ റീജിയനെ നമ്മൾ എന്ത് വിളിക്കുമെന്ന് അറിയാമോ? ട്രോപ്പിക്കൽ സോൺ എന്ന് വിളിക്കും. ഈ ഏരിയ നമ്മൾ ഇത്രയും ഭാഗത്തിന്, റെഡ് ഇതിൽ കാണുന്ന ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ട്രോപ്പിക്കൽ സോൺ. ട്രോപ്പിക്കൽ സോൺ എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ 66.5 ഡിഗ്രി നോർത്ത് ആണെങ്കിൽ നമ്മൾ അതിനെ ആർട്ടിക് സർക്കിൾ എന്ന് വിളിക്കും. ഓക്കെ, അതുപോലെ തന്നെ 66.5 ഡിഗ്രി സൗത്തിലേക്ക് വരുന്ന റീജിയനെ നമ്മൾ അന്റാർട്ടിക് സർക്കിൾ എന്ന് വിളിക്കും. ആൻഡ് ഈ ഏരിയ, ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ഈ ആർട്ടിക് സർക്കിളിന്റെ ഈ ലൈനിനും ഇടയിൽ വരുന്ന ഏരിയയെ നമ്മൾ ടെമ്പറേറ്റ് സോൺ എന്ന് വിളിക്കും. ഇവിടെയും ആ ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ടെമ്പറേറ്റ് സോൺ. ഓക്കെ, അത് കഴിഞ്ഞ് 90 ഡിഗ്രി സൗത്തിനെ നമ്മൾ സൗത്ത് പോൾ എന്ന് വിളിക്കും. 90 ഡിഗ്രി നോർത്തിനെ നമ്മൾ എന്ത് വിളിക്കും? നോർത്ത് പോൾ എന്ന് വിളിക്കും. ക്ലിയർ ആണോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് പെട്ടെന്ന് ഈ ഇമേജ് ഒന്ന് വരച്ചെടുത്തേ. പെട്ടെന്നൊന്ന് വരച്ചെടുത്തേ. ട്രോപ്പിക്കൽ സോൺ വരയ്ക്കണം, ടെമ്പറേറ്റ് സോൺ വരയ്ക്കണം, അതുപോലെ തന്നെ നമ്മുടെ പോളാർ റീജിയൻ. ഞാൻ മാറി നിൽക്കുന്നുണ്ട്, വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഈ റീജിയൻ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, നോട്ട് ചെയ്തോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: Which among the following is the largest gland in human body? ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ഏതാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ നമുക്ക് പാൻക്രിയാസ് ഉണ്ട്, ലിവർ ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? പാൻക്രിയാസ് ഉണ്ട്, ലിവർ ഉണ്ട്, തൈറോയിഡ് ഉണ്ട്,
സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. അപ്പൊ ഈ തന്നിട്ടുള്ളതില് നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? നമുക്കറിയാം, നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ലിവർ ആണ്. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ലിവർ ആണ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്താണ്? ലിവർ ആണ്. ഓക്കെ, സോ നമുക്കിനി ഗ്ലാൻഡുകളെ പറ്റിയിട്ട് ചെറുതായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നോക്കാം. നമ്മുടെ ബോഡിയിൽ മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഗ്ലാൻഡുകളാണ് ഉള്ളത്. ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സെക്രീറ്റ് ചെയ്യുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്ലാൻഡ് എന്ന് പറയുന്നത്. എന്തെങ്കിലും സെക്രീറ്റ് ചെയ്യുന്ന നമ്മുടെ ബോഡിയിലുള്ള ഓർഗണിനെയാണ് നമ്മൾ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലാൻഡ് 3 ടൈപ്പ് ഉണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്, എക്സോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്, മിക്സഡ് ഗ്ലാൻഡ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? 3 ടൈപ്പ് ഓഫ് ഗ്ലാൻഡുകൾ ഉണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്, എക്സോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ മിക്സഡ് ഗ്ലാൻഡുകൾ ഉണ്ട്. അപ്പൊ നമുക്കിനി എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്താണ്, എക്സോക്രൈൻ ഗ്ലാൻഡ് എന്താണ്, അതുപോലെ തന്നെ മിക്സഡ് ഗ്ലാൻഡ് എന്താണ്, ഇത് നമുക്കറിയണം. ഓക്കെ, സോ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം ഡക്റ്റിലെസ് ഗ്ലാൻഡുകളാണ്. ഡക്റ്റുകൾ ഇല്ലാത്ത ഗ്ലാൻഡ് ആണ്. അതായത് ഈ ഗ്ലാൻഡിൽ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് അത് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുക ചെയ്യുന്നത്. അല്ലാതെ ആ ഗ്ലാൻഡിൽ നിന്ന് ഇങ്ങനെ അത് ഒഴുകി പോകാൻ വേണ്ടി പ്രത്യേകിച്ച് കുഴലുകളൊന്നും ഇല്ല. ഉണ്ടാക്കുന്നു, ഡയറക്റ്റ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഗ്ലാൻഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറയുന്നത്. സോ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ മെയിൻ ആയിട്ട് റിലീസ് ചെയ്യുന്നത് ഹോർമോണുകളെയാണ്. ഓക്കെ, എൻഡോക്രൈൻ ഗ്ലാൻഡ് മെയിൻ ആയിട്ട് റിലീസ് ചെയ്യുന്നത് ഹോർമോണുകളെയാണ്. അപ്പൊ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഡക്റ്റിലസ് ഗ്ലാൻഡുകളാണ്. അവർ മെയിൻ ആയിട്ട് റിലീസ് ചെയ്യുന്നത് ഹോർമോണുകളെയാണ്. അപ്പൊ ഇവർക്ക് ഡക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡിലേക്ക് ഡയറക്ട്ലി ആയിരിക്കും ഇതിനെ റിലീസ് ചെയ്യുന്നത്. ഇനി ഹോർമോൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോർമോൺസ് നമ്മുടെ ബോഡിയിലെ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. നമ്മുടെ ബോഡിയിലെ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഗ്രോത്ത്, മെറ്റബോളിസം, റീപ്രൊഡക്ഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും, നമ്മുടെ ബോഡിയിലെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? ഹോർമോണുകളാണ്. ഈ ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡുകളെയാണ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അവർ ഡക്റ്റിലസ് ഗ്ലാൻഡുകളാണ്. ഡക്റ്റ് ഇല്ലാതെ ഈ ഗ്ലാൻഡുകളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്തത് എക്സോക്രൈൻ ഗ്ലാൻഡുകളാണ്. എക്സോക്രൈൻ ഗ്ലാൻഡുകൾക്ക് ഡക്റ്റുകളുണ്ട്. എക്സോക്രൈൻ ഗ്ലാൻഡുകൾക്ക് ഡക്റ്റുകൾ ഉണ്ട്. അപ്പൊ ഇവര് പക്ഷെ സെക്രീറ്റ് ചെയ്യുന്നത് ഹോർമോൺസിനെ അല്ല. ഓക്കെ, ഹോർമോൺസിനെ അല്ല. ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഏരിയാസ് കാണും. ഡയറക്റ്റ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യല്ല ചെയ്യുന്നത്. അവിടെ ഒരു ഗ്ലാൻഡിൽ ഒരു സാധനം ഉണ്ടാക്കിയാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ സലൈവ. ഓക്കെ, നമ്മുടെ വായ്ക്കകത്ത് വരുന്ന സലൈവ ഉണ്ടാകുന്നത് സലൈവറി ഗ്ലാൻഡിലാണ്. ഈ സലൈവറി ഗ്ലാൻഡ് നമ്മളുടെ ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. അവിടെ ഉണ്ടായിട്ട് ഈ സലൈവയ്ക്ക് വരാൻ കൃത്യമായിട്ടൊരു സ്ഥലമുണ്ട്. എവിടെയാണ്? നമ്മുടെ ബക്കൽ ക്യാവിറ്റി, നമ്മുടെ മൗത്തിലാണ് സലൈവ വരേണ്ടത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് ഇതിനെ റിലീസ് ചെയ്യും. അപ്പോൾ എൻസൈംസ്, മ്യൂക്കസ്, സലൈവ, സ്വെറ്റ്, ഓയില്, മിൽക്ക്, ഇതെല്ലാം തന്നെ എന്ത് ഗ്ലാൻഡുകളിലൂടെയാണ് വരുന്നത്? എക്സോക്രൈൻ ഗ്ലാൻഡുകളിലൂടെയാണ് റിലീസ് ആവുന്നത്. അടുത്തത് മിക്സഡ് ഗ്ലാൻഡ് ആണ്. മിക്സഡ് ഗ്ലാൻഡിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പാൻക്രിയാസ് ആണ്. അപ്പൊ മിക്സഡ് ഗ്ലാൻഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും ആക്ട് ചെയ്യും, എക്സോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും ആക്ട് ചെയ്യും. എൻഡോക്രൈൻ ഗ്ലാൻഡിനെ പോലെ ഹോർമോൺസും സെക്രീറ്റ് ചെയ്യും. എക്സോക്രൈൻ ഗ്ലാൻഡിനെ പോലെ മറ്റ് നമ്മുടെ എന്താ പറയാ ബോഡിയിൽ വരുന്ന സ്വെറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇവിടെ പാൻക്രിയാസ് സ്വെറ്റ് അല്ല, പക്ഷെ ഞാൻ പറയുന്ന അതുപോലെയുള്ള കാര്യങ്ങളും സെക്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എൻഡോക്രൈനിന്റെയും എക്സോക്രൈനിന്റെയും ആക്ടിവിറ്റീസ് ഒന്നിച്ചു ചെയ്യുന്ന ഗ്ലാൻഡുകളെ നമ്മൾ എന്ത് വിളിക്കും? മിക്സഡ് ഗ്ലാൻഡുകൾ എന്ന് വിളിക്കും. എക്സാമ്പിൾ പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിന്റെ എൻഡോക്രൈൻ ഭാഗം, അതായത് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന ഭാഗം സെക്രീറ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് 2 ഹോർമോൺസ് ആണ്. ഒന്നാമത്തേത് ഇൻസുലിൻ. നമുക്കറിയാം, ഷുഗർ നമ്മുടെ ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബ്ലഡിൽ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കാൻ വേണ്ടി എന്ത് സെക്രീറ്റ് ചെയ്യും? ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും. രണ്ടാമത്തേത് ഗ്ലൂക്കഗോൺ ആണ്. ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്
ഷുഗർ കുറഞ്ഞിരിക്കുമ്പോൾ അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇൻസുലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് ഗ്ലൂക്കഗോണിന് വരുന്നത്. അപ്പൊ എൻഡോക്രൈൻ ഗ്ലാൻഡിനകത്ത് മെയിൻ ആയിട്ട് രണ്ട് ഭാഗങ്ങളാണ്. അതായത് പാൻക്രിയാസ് എന്ന് പറയുന്ന മിക്സഡ് ഗ്ലാൻഡിലെ എൻഡോക്രൈൻ ഭാഗം മെയിൻ ആയിട്ട് രണ്ട് ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യും. ഒന്ന് ഷുഗർ കൂടുമ്പോൾ കുറയ്ക്കാൻ പറ്റുന്ന ഇൻസുലിൻ, രണ്ട് ഷുഗർ കുറഞ്ഞിരിക്കുമ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കഗോൺ. ഇതിന്റെ എക്സോക്രൈൻ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എൻസൈംസിനെയും അല്ലെങ്കിൽ സലൈവ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ തരത്തിലുള്ള സെക്രീഷൻസിനെ സെക്രീറ്റ് ചെയ്യുന്ന ഭാഗമാണ്. അപ്പൊ ഈ ഭാഗം സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന ചില ഡൈജസ്റ്റീവ് എൻസൈംസിനെയാണ്. പാൻക്രിയാസിന്റെ എക്സോക്രൈൻ ഭാഗം സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയോ? എൻഡോക്രൈൻ ഭാഗം ഡക്ടിലസ് ഗ്ലാൻഡുകളാണ്, ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നു. എക്സോക്രൈൻ ഭാഗം ഡക്റ്റുകൾ ഉണ്ട്, ഹോർമോൺസിനെ അല്ല മറ്റു ചില സെക്രീഷൻസിനെ, നമ്മുടെ ബോഡിയിലുള്ള സെബം, ഓയില്, മിൽക്ക് ഇങ്ങനെയുള്ള സെക്രീഷൻസിനെയൊക്കെ സെക്രീറ്റ് ചെയ്യുന്നു. രണ്ട് ഫംഗ്ഷനും ഒന്നിച്ചു ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ മിക്സഡ് ഗ്ലാൻഡ് എന്ന് വിളിക്കും. മിക്സഡ് ഗ്ലാൻഡ് എന്താണ് ചെയ്യുന്നത്? എൻഡോക്രൈനും എക്സോക്രൈനും ആക്ടിവിറ്റി ഒന്നിച്ചു ചെയ്യും. എക്സാമ്പിൾ വരുന്നത് പാൻക്രിയാസ് ആണ്. ലാർജസ്റ്റ് ഗ്ലാൻഡ് ലിവർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവരും ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ കാണുക. ഏതെങ്കിലും ക്ലാസ് പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു തീർക്കുക. എക്സാമിന് വേണ്ടി മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. ബൈ.